രാത്രി ലൈവില് അഭിഷേക്, ജാസ്മിൻ, അർജുൻ, അപ്സര, റസ്മിൻ പിന്നെ കിച്ചണിലവരൊക്കെ പണിയെടുക്കുന്നുണ്ട്. എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഇരുന്ന് അവർ സംസാരിക്കുകയാണ്, ഓരോ ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ജാസ്മിൻ ഒരു ചോദ്യം. ജാസ്മിന്റെ ഒരു കാര്യം ഒന്ന് നോക്കണേ, ഇവിടെ ഈ വീട്ടിൽ ക്രഷ് തോന്നിയിട്ടുള്ള പെൺകുട്ടി ആരാന്ന് പറയാനാണ് അഭിഷേകിന്റെ അടുത്തുള്ള ചോദ്യം. ഈ വീട്ടിൽ നിനക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത്. അഭിഷേക് എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് ആരോടും തോന്നിയിട്ടില്ല, അതിന് മാത്രം തോന്നാനായിട്ട് ഇവിടെ ആരുണ്ട് എന്നായി അഭിഷേകിന്റെ ചോദ്യം. എന്നാലും ആരോടെങ്കിലും തോന്നാതിരിക്കില്ല, ആരെങ്കിലും പേര് പറ, ആരോടെങ്കിലും നിനക്കൊരു ക്രഷ് തോന്നിയിട്ടില്ലേ എന്ന് വീണ്ടും അഭിഷേക് പറഞ്ഞു, എനിക്ക് ആരോടും തോന്നിയിട്ടില്ല, അങ്ങനെ ക്രഷ് തോന്നാൻ മാത്രം എന്റെ ഇതിനോട് സെറ്റായിട്ടുള്ള ആരും ഇവിടെ ഇല്ല എന്നാണ് അഭിഷേകിന്റെ ഉത്തരം. അപ്പോൾ ആ വീട്ടിലുള്ള ഓരോരുത്തരും പേര് പറയുന്നുണ്ട്. അവിടെ ജാസ്മിൻ ഇരുന്നുണ്ട് ഇന്നാള് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അഭിഷേക് ഛേ ഛേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ അർജുനോട് ചോദിക്കട്ടെ, അർജുന നിനക്ക് വല്ലവരോടും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നായി അർജുനോട്. അപ്പൊ അർജുൻ പറഞ്ഞു, എനിക്ക് ആരോടും ക്രഷ് ഒന്നും തോന്നിയിട്ടില്ല എന്ന് അർജുൻ പറഞ്ഞു. അല്ല എന്നാലും ഇനിയിപ്പോ പോട്ടെ, കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? കാണാൻ കുഴപ്പമില്ല, കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു പിന്നെ അർജുന്റെ അടുത്തുള്ള ചോദ്യം. അർജുൻ പറഞ്ഞു, അങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്ക് നീ കാണാൻ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്, ശ്രീതു കാണാൻ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന്. അപ്പൊ അതും പറ്റിയില്ല ജാസ്മിന്, ആരെങ്കിലും ഒരാളുടെ പേര് പറയാനേ പറ്റത്തുള്ളൂ, രണ്ടുപേരുടെ പേര് പറയാൻ പറ്റില്ല എന്നായി പിന്നീട്. അർജുൻ പറഞ്ഞു, ഓരോരുത്തരുടെ ഭംഗിയും വ്യത്യസ്തമാണ്, നിന്നെ കാണാൻ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്, ശ്രീതുവിനെ കാണാൻ കൊള്ളാൻ തോന്നിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒരാളെയൊന്നും പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് അർജുൻ അവിടെ പറഞ്ഞു. മോളെ ജാസ്മിന്റെ പേര് പറയും എന്ന് വിചാരിച്ചിട്ടാണോ ആമ്പിള്ളേരുടെ അടുത്ത് ഒന്ന് മാന്തി നോക്കിയതെന്നറിയില്ല. എന്തായാലും ആമ്പിള്ളേർ ആരും തന്നെ ആ ഒരു കെണിയിൽ വീണില്ല. ആ ക്രഷ് അടിച്ചത് ആരുടെ അടുത്താണ് എന്നുള്ള ചോദ്യത്തിന് ആരുടെ അടുത്തൊന്നും മറുപടി കിട്ടിയില്ല. ആകെ ചമ്മി പോയിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ജാസ്മിൻ. കോമഡി ആയിട്ടാണ് സംഭവം ചോദിച്ചതും പറഞ്ഞതും ഒക്കെ. എന്നിരുന്നാലും ആ ചോദ്യത്തിന്റെ ആവശ്യകത ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. ക്രഷ് അടിച്ചത് ആർക്കാണ് എന്നൊരു ചോദ്യം ആ വീട്ടിൽ ആവശ്യമുണ്ട് എന്ന് തോന്നിയില്ല.